പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സാക്ഷൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറുടെ വളരെ സർപ്രൈസ് ആയിട്ട് നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു റിട്ടേൺ റോ എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. റസൽമേനിയ 42 ഒബാഫെമി എന്ന റെസ്ലറിനെതിരെ പരാജയപ്പെട്ട് റിട്ടയർമെൻറ്റിൻ്റെ സാധ്യതകളെല്ലാം തുറന്നിട്ട് കൊണ്ട് ബ്രോക്ക് ആ ബൂട്ടും ആ ഗ്ലൗവും ഒക്കെ ഊരി പിന്നീട് കളം വിട്ട് പോയത്, പിന്നീട് ലോകമെമ്പാടും ബ്രോക്ക് ലെസ്നർ റിട്ടയർ ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നതും ബ്രോക്കിൻ്റെ ഒരു തിരിച്ചുവരവ് ഇനി റെസ്ലിംഗ് റിംഗിലേക്ക് നടക്കില്ല എന്നുള്ളൊരു പ്രതീതി ആരാധകർക്കിടയിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പക്ഷേ WWE ആണ് നെവർ സേ നെവർ എന്നുള്ളത് നമ്മൾ എപ്പോഴും കാണാറുണ്ട്. ബ്രോക്കിൻ്റെ ജന്മനാട്ടിൽ വെച്ച് സമ്മർ സ്ലാം എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് 2026 നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ബ്രോക്കിൻ്റെ ഒരു റിട്ടേണിന് സാധ്യത ഉണ്ട് എന്ന് പലരും അന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഇപ്പോൾ വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ബ്രോക്ക് ലെസ്നർ റോ എപ്പിസോഡിലൂടെ തിരികെ വന്നിരിക്കുന്നു. ബ്രോക്കിൻ്റെ റിട്ടേൺ വളരെ സർപ്രൈസ് ആക്കിയിട്ടാണ് നടത്തിയത്. ബ്രോക്ക് ഈ ഒരു റോ എപ്പിസോഡിൽ വരും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരുവിധ വാർത്തയും ഒരു ജേർണലിസ്റ്റിനും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അത്രയും സീക്രട്ടായിട്ട് നടത്തിയിട്ടുള്ള ഒരു റിട്ടേൺ ആയിരുന്നു. ഒബാഫെമി എന്ന് പറയുന്ന റെസ്ലറിൻ്റെ എൻട്രൻസ് കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് തന്നെ ബ്രോക്ക് പിറകിലൂടെ വന്ന് 4 തവണ F5 എന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ട് ഒബാഫെമിയെ ആക്രമിച്ചിട്ടാണ് റിട്ടേൺ നടത്തിയിട്ടുള്ളത്. ബ്രോക്കിൻ്റെ ഈ ഒരു റിട്ടേൺ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിൽ, ഇൻ്റർനാഷണൽ പ്രീമിയം ലൈവ് ഇവൻ്റാണ് ഇറ്റലിയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ആ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഒബാഫെമിക്കെതിരെയുള്ള ഒരു റീമാച്ചിനും കൂടിയിട്ടാണ് എന്നുള്ളതും പോൾ ഹേമൻ റോ ജനറൽ മാനേജറായ ആദം പിയേഴ്സിനോട് പറയുന്നതായിട്ടുള്ള ഒരു സെഗ്മെൻറ്റും നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ബ്രോക്ക് ലെസ്നർ സമ്മർ സ്ലാമിൽ മത്സരിക്കാൻ ഇറങ്ങിയേക്കും എന്നുള്ളത്. ഒബാഫെമി ആയിരിക്കില്ല ഒപ്പോണൻ്റ് എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ ഉറപ്പിച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ മറ്റൊരു എതിരാളിയായിരിക്കും ബ്രോക്കിന് ഉണ്ടായിരിക്കുക. സമ്മർ സ്ലാം അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ വലിയൊരു റിട്ടയർമെൻറ്റ് മാച്ച് എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു മത്സരം നടക്കാനാണ് സാധ്യത. എന്തായാലും ഒബാഫെമിക്കെതിരെയുള്ള ഒരു ബ്രോക്കിൻ്റെ റീമാച്ച് അത് ഗംഭീരമായിട്ടുള്ളൊരു മത്സരമായിരിക്കാൻ സാധ്യതയുണ്ട്. റസൽമേനിയ 42 ഗംഭീരമായിട്ടുള്ള ഒരു ഹൈപ്പ് കൊടുത്തിട്ടാണ് ഈ മാച്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിനേക്കാൾ നല്ലൊരു ഹൈപ്പ് ക്ലാഷ് ഇൻ ഇറ്റലിയിലേക്ക് കൊടുത്താൽ അത് ഗംഭീരമായേക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ തന്നെ കുറേയധികം ടോപ്പ് സൂപ്പർ സ്റ്റാർസിൻ്റെ, റോമൻ്റെയും കോഡി റോഡ്സിൻ്റെയും ഒക്കെ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ബ്രോക്കിൻ്റെയും കൂടി ഒരു മത്സരം കൂടി കൺഫേം ചെയ്യുമ്പോൾ 2026 തന്നെ ഏറ്റവും മികച്ച മാച്ച് കാർഡുകൾ സമ്മാനിക്കുന്ന ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് ആക്കിയിട്ട് ക്ലാഷ് ഇൻ ഇറ്റലി മാറ്റാനും സാധിക്കും. എന്തായാലും ബ്രോക്കിൻ്റെ ഒരു റിട്ടേൺ ഗംഭീരമാക്കിയിട്ട് അവർ വളരെ സർപ്രൈസ് ആക്കിയിട്ട് അവർ നടത്തിയിട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കാത്തൊരു റോ എപ്പിസോഡിൽ WWE ഈ ഒരു റിട്ടേൺ നടത്തിയപ്പോൾ അത് വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു ആരാധകരെ സംബന്ധിച്ച്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മൊമെൻറ്റിൽ, പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് ബ്രോക്കിൻ്റെ റിട്ടേൺ അവർ വളരെ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ ബ്രോക്കിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.